Hi my friends, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ IAS ജൂനിയർ കോഴ്സിനെ കുറിച്ചാണ്. സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ IAS, IPS, IFS തുടങ്ങിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന IAS ജൂനിയർ കോഴ്സ് എന്നുള്ള സ്കൂൾ പഠനത്തോടൊപ്പം IAS പഠിക്കുക എന്നുള്ള ഒരു പ്രോഗ്രാമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനി ഇതിലല്ല നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുകയാണ്, എനിക്ക് IASലേക്ക് അവരെ പ്രാപ്തനാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് രക്ഷിതാക്കൾ സ്കൂൾ പഠന സമയത്ത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൻ്റെ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ കോഴ്സിലോ ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് IAS ജൂനിയർ കോഴ്സാണ്. അതായത് ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ നിങ്ങളുടെ കുട്ടിക്ക് അനുയോജ്യമാവുന്ന ഏത് സമയം മുതലും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉള്ളത്. 5th മുതൽ പറ്റും, അതിന് മുന്നേ ജോയിൻ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പറ്റും. +2 കഴിഞ്ഞുള്ള വിദ്യാർത്ഥികൾക്ക് വേറെ കോഴ്സ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് പഠിക്കുന്ന ഏത് കുട്ടികൾക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ് IAS ജൂനിയർ കോഴ്സ് എന്ന് പറയുന്നത്. 2 പ്രോഗ്രാമാണ് അതിലുള്ളത്. ഒന്ന് ഫൗണ്ടേഷൻ ക്ലാസ്, 2 ഇൻഡിവിജ്വൽ മെൻറ്ററിങ്. ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഉണ്ടാവുന്ന ക്ലാസ്സാണ്. ഇൻഡിവിജ്വൽ മെൻറ്ററിങ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലായിട്ടായിരിക്കും, രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും, രണ്ടും സെപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഈ ഒരു സ്കൂൾ സമയത്ത് അവർ അറിഞ്ഞിരിക്കേണ്ട IASനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗോൾ സെറ്റിംഗ്. എന്തുകൊണ്ട് IAS ആണ്? അപ്പോൾ പല കാരണം ഇപ്പോൾ രക്ഷിതാക്കളുടെ ആഗ്രഹം കൊണ്ടായിരിക്കും IASലോട്ട് അവർ വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും IAS ഓഫീസറെ കണ്ടിട്ടോ സ്കൂളിൽ നിന്ന് ചില മോട്ടിവേഷൻ കിട്ടിയിട്ടായിരിക്കും IAS ആവണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ IAS IPS ആവണം. അത് അവരുടെ ലക്ഷ്യമാക്കി മാറ്റുന്ന ഗോൾ സെറ്റിംഗ് ആണ് അതിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. ഗോൾ സെറ്റിങ്ങിലൂടെ എന്തുകൊണ്ട് IAS നേടാം, IAS നേടിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ബെനിഫിറ്റ്സുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അതിലൊരു പ്രചോദനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുക, ഗോൾ സെറ്റിംഗ് നടത്തുക. IAS അവരുടെ ലക്ഷ്യമായിട്ട് മാറുക. IAS അവരുടെ ലക്ഷ്യമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവർക്ക് സെൽഫായിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അതിനുവേണ്ടി അവർ കൂടുതൽ തയ്യാറാവും. എല്ലാ സമയത്തും സ്വാഭാവികമായിട്ടും ഒരു IAS ആവണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പഠനം സ്വാഭാവികമായിട്ടും മറ്റുള്ള വിദ്യാർത്ഥികളൊന്നും ഒന്നുകൂടി സ്ട്രോങ് ആയിരിക്കും, കോൺസെൻട്രേഷൻ കൂടും. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ബെനിഫിറ്റ്സുകളുണ്ട്, അതൊക്കെ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അതിലേക്ക് കുട്ടികളെ പ്രാപ്തനാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കൊടുത്ത് ഗോൾ സെറ്റിംഗ് നടക്കുക. പിന്നെ ആ സമയത്ത് അറിയേണ്ട ഏറ്റവും എല്ലാ സബ്ജക്ട്സിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സ്, GK ഡെവലപ്മെൻറ്റ്, ജനറൽ നോളജ് ഉണ്ടാക്കുക, റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് സ്കിൽ ഡെവലപ്പ് ചെയ്യുക, ന്യൂസ് പേപ്പർ റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഒരു മറ്റുള്ള എല്ലാ നോവൽസും കാര്യങ്ങളൊക്കെ വായിക്കുന്ന രീതിയിലുള്ള ഒരു പരന്ന വായന കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു സ്കൂൾ സമയം മുതൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊരിക്കലും സ്കൂൾ പഠനത്തെ ബാധിക്കാത്ത രീതിയിലാണ്, സ്കൂൾ പഠനത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാവുക. കാരണം റീഡിങ്ങും റൈറ്റിങ്ങും ലിസണിങ് സ്കില്ലെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്കൂൾ പഠനത്തെ കൂടി എന്ത് ചെയ്യും, അവനെ സഹായിക്കും. അതുപോലെ തന്നെ പഠിക്കാനുള്ള കൂടുതൽ താല്പര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ലിസണിങ്, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കൂടാനും ഓർമ്മശക്തി കൂടാനും പഠനത്തോട് താല്പര്യം ഉണ്ടാക്കാനും പഠനം എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു വർഷം കൊണ്ട് കുട്ടിക്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നതാണ്. ഇൻഡയറക്റ്റായിട്ട് കുട്ടിയിലോട്ട് എത്തിക്കുന്ന ഈ കഴിവുകളെല്ലാം എത്തിക്കുന്ന രീതിയിലാണ് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിലും ഈ ഇൻഡിവിജ്വൽ മെൻറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അതിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമ്പറുമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലോ അതുപോലെ നമ്പറുമായിട്ട് എന്ത് ചെയ്യുക ബന്ധപ്പെടാവുന്നതാണ്, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം രക്ഷിതാക്കൾ ഈ ഒരു സമയത്ത് ഏത് ക്ലാസ് ആവട്ടെ, 5ാം ക്ലാസ് മുതലാവട്ടെ അല്ലെങ്കിൽ അതിന് മുന്നേ മുതലാവട്ടെ, ഇത്തരത്തിലുള്ള വലിയ ലക്ഷ്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികൾ അതിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിക്ക് അത്തരത്തിലുള്ള കഴിവുള്ള കുട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അവരിലേക്ക് നമ്മളിപ്പം അതെങ്ങനെ ഇൻജക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന് വേണ്ടി കുട്ടി തയ്യാറാവേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ സെൽഫായിട്ടാണ് ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് കിട്ടും. ഇപ്പോൾ സെൽഫായിട്ട് നിങ്ങളത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സെൽഫായിട്ട് കൊടുക്കുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും രക്ഷിതാക്കൾ ഒരു ബിസി ലൈഫും ജോലിയും കാര്യങ്ങളൊക്കെ ആവും. ഇത് റെഗുലറായിട്ട് പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് കുട്ടികൾ മോണിറ്ററിങ് ചെയ്യാനോ അത് കൊടുക്കാനോ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു ന്യൂസ് പേപ്പർ റീഡിങ് ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. റീഡിങ് ഹാബിറ്റ് വേണം. ന്യൂസ് പേപ്പർ റീഡിങ് അതൊരു ഹാബിറ്റാക്കി മാറ്റി കഴിഞ്ഞാൽ ഒന്ന് വായന കുട്ടിയിൽ വളരുക എന്ന് മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ട് ജനറൽ അവെയർനെസ്സും GKയും കുട്ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട് അറിയാതെ ഡെവലപ്പ് ചെയ്യാണ്. പിന്നെ കറണ്ട് ഇഷ്യൂസ്, വേൾഡിൽ നടക്കുന്ന കറണ്ട് ഈവൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കുട്ടിയിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ കുട്ടിയുടെ ഒരു നോളജ് ലെവലും തിങ്കിങ് ലെവലൊക്കെ കൂടും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്താണെന്നുള്ള പരിഹാരങ്ങൾ, ഇത്തരത്തിൽ എല്ലാ ഇഷ്യൂസിനെ കുറിച്ചും കുട്ടിക്കൊരു ധാരണ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത്. മലയാളം ഇംഗ്ലീഷും നല്ലതാണ്. ഇനി മലയാളം എന്തായാലും വായിക്കണം,
അതിനെ കൂടെ ഒരു ഇംഗ്ലീഷും കൂടി വായിക്കാൻ പറ്റുകയാണെങ്കിൽ ലാംഗ്വേജും കൂടി അവിടെ ഡെവലപ്പ് ആവും കുട്ടിക്ക്. ഹിന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ, അത് പിന്നീട് ഭാവിയിലേക്ക് നമുക്ക് പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആവശ്യമുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പത്രവായന ശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, രണ്ടാമതായിട്ട് എന്ന് പറയുന്നത് പത്രം വായനയോടൊപ്പം തന്നെ മറ്റുള്ള വായനാശീലം കുട്ടിയിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സ്കൂൾ ലൈബ്രറി ഒക്കെ ഉപയോഗപ്പെടുന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഒരു വർഷം കൊണ്ട് 50 ബുക്കുകൾ വായിക്കുക എന്നുള്ളൊരു അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലൈബ്രറി കുട്ടികൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ സ്കൂൾ ലൈബ്രറികൾ, നാട്ടിലെ ലൈബ്രറികളൊക്കെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ സ്വന്തമായിട്ട് പുസ്തകങ്ങൾ വാങ്ങി ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇത്ര ഓരോ പുസ്തകങ്ങൾ വായിക്കുന്നൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് നമ്മളൊന്നും ഇന്നത് ഫോഴ്സ് ചെയ്ത് വായിപ്പിക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖല ഏതാണോ അത് വായിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വായനാശീലം വളരും. കുട്ടിയുടെ തിങ്കിങ്, അതുപോലെ തന്നെ കുട്ടിയുടെ ഓരോ കാര്യങ്ങൾ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഒരു വായനയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത് കുട്ടിയെ ഡെവലപ്പ് ആവുന്നുണ്ട്. പിന്നെ വായിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നോളജ് ലെവലും സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള മറ്റൊന്നും ചെയ്യേണ്ടത്. കുട്ടിക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുക. ഡെയിലി ഒരു ഇത്ര പേജ്, അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും കുറഞ്ഞൊരു സമയം വായിക്കുന്ന രീതിയിൽ ഒരു ശീലം എന്ത് ചെയ്യണം കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഫോഴ്സ് ചെയ്യാതെ താല്പര്യം ഉണ്ടാക്കി കൊടുത്തോണം അതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. കുട്ടി നിർബന്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളില്ലാതെ വായിക്കില്ല. ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കി കുട്ടിയുടെ തീരുമാനമാക്കി ഇത് മാറ്റണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കുട്ടിക്ക് ഇങ്ങനെ ആവണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മളതാണ് ചെയ്യുന്നത്. പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വായിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, വായിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങൾ മനസ്സിലാക്കി കുട്ടി തന്നെ വായിക്കും എന്നുള്ളൊരു തീരുമാനം കുട്ടിയെ കൊണ്ട് എടുപ്പിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നിങ്ങളില്ലെങ്കിലും അവരെന്ത് ചെയ്യും, വായിക്കും എന്നുള്ളതാണ്. അപ്പോൾ വായനാശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ചെയ്യേണ്ടത്. പിന്നെ സിവിൽ സർവീസ് പോലത്തെ എക്സാമിലേക്ക് ഒക്കെ ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സർവീസ് മെൻറ്റാലിറ്റി കുട്ടിയിൽ ഉണ്ടാക്കണം. ഓക്കെ, നമ്മളിപ്പം മറ്റുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒരു സേവന പരിപാടിയിലോ ഒന്നും പങ്കെടുക്കാതെ ഇതിലേക്ക് വരിക എന്നുള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇതിലേക്ക് എത്താം, പക്ഷേ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ജോലിയിൽ ഭാരമായിട്ട് മാറാം. അപ്പോൾ അത്തരത്തിലുള്ള എബിലിറ്റി ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്ത് ചെയ്യണം, ആക്ടിവിറ്റീസിലും കാര്യങ്ങളെ കുട്ടിയെ പ്രചോദിപ്പിക്കുക, ഉൾക്കൊള്ളിക്കുക, അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്കൂൾ പഠനങ്ങളും എന്ത് ചെയ്യുക, ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നീട് എന്തായാലും ഇതിന് ഗുണകരമാണ്. എല്ലാ സബ്ജക്ട്സ് പഠിക്കുന്നതൊക്കെ നമുക്ക് എന്താണ് ഇതിലേക്ക് ഗുണകരമാവുന്ന രീതിയിലാണ് ഉണ്ടാവുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ഭാഗത്തുനിന്ന് രക്ഷിതാക്കൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ അതെല്ലാം കൂടി ചെയ്യാൻ പറ്റണമെന്നില്ല. ഏറ്റവും ബേസിക് ആയിട്ട് ന്യൂസ് പേപ്പർ റീഡിങ് ഉണ്ടാക്കുക, പരന്ന വായന കുട്ടിയിൽ ഉണ്ടാക്കുക, പഠനം ഒന്നും കൂടി എന്ത് ചെയ്യുക, എൻജോയ് ചെയ്ത് പഠിക്കാൻ കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യുക, പ്രാപ്തനാക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സേർവ് ചെയ്യാനുള്ള സർവീസസ് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി കുട്ടിയെ എന്ത് ചെയ്യുക, പ്രേരിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് കുട്ടിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കമൻറ്റായിട്ട് ചോദിക്കാം. ഇനി അതല്ല നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുട്ടി നിങ്ങൾ സ്പെസിഫിക് നിങ്ങളുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ